പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിലേറെ സന്തോഷമുണ്ടാകുമെന്ന തിരുവചനം ഓർക്കുമ്പോൾ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ഏറെ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ അനുരഞ്ജനത്തിൻ്റെ കൂദാശ, ഈ കൂദാശയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ആ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് ഞാൻ ചെയ്ത പാപം മറ്റൊരു വ്യക്തിയോട് ഏറ്റുപറയുന്നത്? കത്തോലിക്ക തിരുസഭ 1215 4 ലാറ്ററൽ സുനഹദോസാണ് കത്തോലിക്ക തിരുസഭ രഹസ്യ കുമ്പസാരം പ്രാവർത്തികമാക്കിയത്. അന്നുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഇടവക ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട്, ഇടവകയുടെ പള്ളിയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഏറ്റുപറയുമ്പോൾ അൾത്താരയിൽ നിൽക്കുന്ന പുരോഹിതൻ കേട്ട് അതിന് ആശീർവാദം കൊടുക്കുമ്പോൾ അത് ആ ഇടവകയിലുള്ള സകലമാന ജനങ്ങൾ കേൾക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് കത്തോലിക്ക തിരുസഭ പരിശുദ്ധാത്മാവ് കൊടുത്ത തീരുമാനമനുസരിച്ച് 1215 4 ലാറ്ററൽ സുനഹദോസിലൂടെ രഹസ്യ കുമ്പസാരം പ്രാവർത്തികമാക്കുമ്പോൾ, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ വിശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം, എവിടെയാണ് കാലിടറിയെന്ന് നമുക്ക് കണ്ടെത്താം. കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹം സ്വന്തമാക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് ദൈവം തമ്പുരാൻ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. നീ കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ, അന്ന് സമരിയാക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ യാക്കോബിന്റെ കിണറിന്റെ കരയിൽ എത്തുമെന്ന് അറിഞ്ഞ് അവൾ വരുന്നതിന് മുൻപ് അവളെ അന്വേഷിച്ചു വന്ന ആ കർത്താവ് ആ കിണറിന്റെ കരയിൽ ഇരുന്നത് പോലെ, ഇന്ന് നീ കുമ്പസാരക്കൂട്ടിനെ സമീപിക്കുമ്പോൾ ആ ഊറാല ധരിച്ച പുരോഹിതൻ ആ കൂട്ടിലിരിക്കുമ്പോൾ, ഊറാല ധരിച്ചു കഴിഞ്ഞാൽ നിത്യ പുരോഹിതനായ ഈശോയായിട്ട് മാറി. നീ തിരിച്ചറിഞ്ഞുവോ നീ പറഞ്ഞ പാപങ്ങൾ ഈശോയുടെ സന്നിധിയിലാണെന്ന്? പ്രിയപ്പെട്ടവരെ, 8 ലക്ഷത്തോളം വരുന്ന അനുയായികളെ നയിച്ചു കൊണ്ടിരുന്ന പ്രോട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ന്യൂമാൻ. 8 ലക്ഷം അനുയായികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു മാസം അദ്ദേഹത്തിന് അവരുടെ സഭ കൊടുത്തിരുന്ന പ്രതിഫലം $40 മില്യൺ ഒരു മാസം അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രതിഫലം പറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആ കത്തോലിക്ക തിരുസഭയ്ക്ക് വിരുദ്ധമായിട്ടും പ്രോട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ പറയാണ്, കത്തോലിക്ക തിരുസഭയിൽ അനുഗ്രഹത്തിന്റെ കാറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരുത്തി, അല്ല, അനുഗ്രഹത്തിന്റെ തീക്കാറ്റ് വീശുന്നത് ഞാൻ കണ്ടു. അതാരംഭിച്ചത് കുമ്പസാരക്കൂട്ടിൽ നിന്നാണ്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആരംഭിച്ച തീക്കാറ്റ് ആ ഇടവക മുഴുവൻ വ്യാപിച്ച് ഇടവകയുടെ പരിസരങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത് ഞാൻ കാണുന്നു. അതുവഴി അനേകായിരങ്ങൾക്ക് വലിയ സൗഖ്യവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുന്ന കാഴ്ച ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷത്തോളം വരുന്ന അനുയായികൾ അദ്ദേഹത്തോട് എതിർത്തു. എന്നാൽ കത്തോലിക്ക തിരുസഭയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുവാൻ തീരുമാനമെടുത്തപ്പോൾ നമ്മുടെ പിതാക്കന്മാര് അദ്ദേഹത്തിന് അവസരം കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം അവരുടെ സഭയിലെ ഏതവസ്ഥയിൽ നിന്നോ അതേ അധികാരത്തോടു കൂടി കത്തോലിക്ക തിരുസഭ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ കുർബാന കുമ്പസാരം കഴിഞ്ഞ് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആ വന്ന മനുഷ്യൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഉള്ള മടക്കയാത്രയായിരുന്നു കത്തോലിക്ക തിരുസഭയിലേക്കുള്ള എൻ്റെ തിരിച്ചുവരവെന്ന്. തിരിച്ചറിയപ്പെട്ടവരെ, സാധാരണക്കാരനല്ല പറഞ്ഞത്. ആ സാധാരണക്കാരനല്ല പറഞ്ഞത്. ഒരു 6 ലക്ഷത്തോളം വരുന്ന അനുയായികളുമായിട്ടാണ് അദ്ദേഹം ആ കത്തോലിക്ക തിരുസഭയിലേക്ക് വന്നത്. 2 ലക്ഷം പേര് അദ്ദേഹത്തോട് വിഘടിച്ചു. എന്നാൽ കത്തോലിക്ക തിരുസഭ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി, നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ
അന്ധകാര പൂർണ്ണമായ രാത്രിയാണു പോൽ, നിൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക നാഗദീപമേ, നിൻ പ്രകാശധാര തൂക്കി നീ നയിക്കുക. ലോകമേറ്റുപാടി ഈ ഗാനം നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ എഴുതിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് ലോക ജനത ഏറ്റുപാടി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ ഇതൊരു ഏറ്റുപറച്ചിലിന്റെ കൂദാശയാണ്, ഇതൊരു അനുരഞ്ജനത്തിന്റെ കൂദാശയാണ്, ഇത് ഒരു മാനസാന്തരത്തിന്റെ കൂദാശയാണ്, ഇത് ഒരു അഭിഷേകത്തിന്റെ കൂദാശയാണ്. ഈ കൂദാശയെ അതിൻ്റെതാകുന്ന പുണ്യത്തോടുകൂടി സമീപിക്കുമ്പോൾ നിന്റെ നിരവധിയായ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, നിന്റെ നിരവധിയായ ദുഃഖങ്ങൾക്ക് വിരാമമിടുകയാണ്. സക്കറിയാ പ്രവാചകൻ 1-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനം പറയുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരാം. അതെ, അവൻ വിളിക്കുകയാണ്. നീ അവൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവനും നിന്നെ തേടി വരികയാണ്. നല്ല കുമ്പസാരത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കപ്പെട്ട എത്രയെത്ര വ്യക്തികൾ, എത്രയെത്രയോ ഭാഗ്യവാന്മാര്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും ഒരു പുരോഹിതന്റെ അടുത്ത് നീ കുമ്പസാരിച്ചാൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഈ പാപം എങ്ങനെയാ ഈ കൊച്ചു വൈദികനോട് പറയുക, എൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ലാത്ത വൈദികനോട് എങ്ങനെ പറയുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത് പിശാച് തരുന്ന ചിന്തയാ. അല്ല പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്ന പുരോഹിതനല്ല, കേവലം ഒരു അച്ഛനല്ല അവിടെ ഇരിക്കുന്നത് സർവശക്തനായ മിശിഹ തന്നെയാണെന്ന് ഓർക്കണം. യെരമ്യാ പ്രവാചകൻ 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സകല ജനതകളുടെയും ദൈവമായ കർത്താവാകുന്നു, എനിക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? നിന്റെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കാൻ മക്കൾ പരീക്ഷയ്ക്ക് കടന്നു പോകുമ്പോൾ, മക്കൾ ഇന്റർവ്യൂവിന് കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങളൊരു നല്ല കുമ്പസാരം നടത്തി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ദേശത്തിന് നിങ്ങൾ അനുഗ്രഹമാകുവാൻ ശ്രമിക്കുക. അത് നല്ല കുമ്പസാരത്തിലൂടെ പാപം വെറുത്തുപേക്ഷിച്ച് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാം, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഇതാ ഈശോയുടെ സന്നിധിയിലേക്ക് യഹൂദന്മാര് മറ്റുള്ളവരെ ഭയന്ന് ആ സഹ്യോൻ മാളികയിൽ അവരങ്ങനെ ഇരിക്കുന്ന സീനാണ് ഇവിടെ. ഈശോയുടെ ക്രൂശുമരണം കഴിഞ്ഞു. ആ ക്രൂശുമരണം കഴിഞ്ഞ് തങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കുമല്ലോ എന്ന ഭയത്താൽ അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈശോ കടന്നു വരുന്നത്. ഈശോ കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 20-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 20-ാം വാക്യം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നൽകിയ അധികാരമാണ്. ഈ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന അധികാരം ഓർക്കണം പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക തിരുസഭയുടെ പരമോന്നതിയിലിരിക്കുന്ന ആ പത്രോസ് ഇരുന്ന സിംഹാസനത്തിൽ 266-ാമനായി അവിടെ ഇരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ കൈവപ്പിലൂടെ കർദിനാൾമാരിലേക്ക് വന്ന അഭിഷേകം, കർദിനാൾമാരിലൂടെ മെത്രാന്മാരിലേക്ക് വന്ന് ഭവിച്ച അഭിഷേകം, ആ മെത്രാന്മാരുടെ കൈവപ്പിലൂടെ വൈദികർ വന്ന് നിൽക്കുമ്പോൾ ആ വൈദികരിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യം ഇതാണ്, നമുക്ക് ലഭിക്കുന്ന സമാധാനം ഇതാണ്. ആ കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു വാക്യമുണ്ട്, പാപികളെ വിശുദ്ധീകരിക്കുന്ന ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നു. ഇത് ഈശോയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈശോ ഇത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റുപറയുന്ന പാപിയെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊന്നു തമ്പുരാൻ. നിന്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾക്ക് കാരണം എന്താണ്? നീ കള്ളക്കുമ്പസാരം നടത്തിയത് കൊണ്ടാണ്. പല പാപങ്ങളും നീ മറച്ചു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ കള്ളക്കുമ്പസാരം നടത്തുമ്പോൾ സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പഴയ പാപം ഒരു വേട്ടപ്പട്ടിയെ പോലെ ഇന്നും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മടിച്ച പാപങ്ങള് നീ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നീ 3 ചുവട് പിന്നിലേക്ക് പോകുന്ന പോലെ പോകുമ്പോൾ
അവിടെ കർത്താവ് തന്റെ ആണിപ്പാടാർന്ന കരങ്ങൾ നീട്ടിക്കൊണ്ട് ആ ഭവനത്തിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാര് ലോകത്തെ ഭയന്നിരിക്കുകയാണ്. അവര് ഭയന്നിരിക്കുമ്പോൾ തങ്ങൾക്കും ഈശോയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമല്ലോ എന്നുള്ള ഭയന്നിരിക്കുമ്പോൾ അടച്ച കതക് തുറക്കാതെ അവരുടെ മധ്യത്തിലേക്ക് വന്നവൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും കാണിച്ചു കൊടുത്തു. ആണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ട കൈകാലുകളും കുന്തത്താൽ കുത്തിത്തുളച്ച തിരുവിലാവും കാട്ടിക്കൊണ്ടു പറയുകയാണ്, നിങ്ങൾ മരത്തിൽ ക്രൂശിച്ചവൻ ഞാൻ തന്നെയാണ്, നിങ്ങൾ മരത്തിൽ ക്രൂശിച്ച ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചു. 22 വാക്യം പറയുകയാണ്, അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. അതിൻ്റെ കൂടെ പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര മക്കള് മരണത്തിൻ്റെ നീർക്കയത്തിൽ നിന്ന് ജീവനിലേക്ക് കരം പിടിച്ചുയർത്തപ്പെട്ടത് കുമ്പസാരം എന്ന അനുരഞ്ജനത്തിന്റെ കൂദാശയിലൂടെ എത്രയോ പേര് ജീവനിലേക്ക് കടന്നു വന്ന എത്ര അനുഭവങ്ങൾ. ആ കുമ്പസാരത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠകരമാണ്. മാരകമായ പല രോഗങ്ങളും രോഗമല്ലാതായിത്തീരുന്നത് ഈ അനുരഞ്ജനത്തിലൂടെയാണ്. നീ ദൈവത്തോടാണ് ഐക്യപ്പെടുന്നതെന്ന് ഓർക്കണം. ആ ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ ദൈവം നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 38 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ പറയുന്നു, എൻ്റെ അകൃത്യങ്ങളൊക്കെയും അങ്ങയുടെ പിന്നിലെറിഞ്ഞുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്നെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഹൈ റേഞ്ചിലെ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആ വർഷം ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിന് സമയത്ത് അവിടെയുള്ള വികാരിയച്ഛൻ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, അവൻ 18 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല, അവൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ആ ധ്യാനത്തിന് ആ പെണ്ണ് പങ്കെടുക്കുന്നുണ്ട്, ഒരു കുട്ടിയുണ്ട് അവർക്ക്. അപ്പോൾ ഈ വ്യക്തി ഒരുപാട് പാപ സാഹചര്യം കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇടവകയെക്കുറിച്ചും ഞാൻ പറയുന്നില്ല, പരസ്യമായിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക. അപ്പോഴാ ഇടവകയിൽ ചെന്നപ്പോൾ ഇയാളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 10 മണിക്ക് ധ്യാനമെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ ഉൾപ്പെടെ എൻ്റെ ടീം അംഗങ്ങളെല്ലാവരും കൂടെ ഈ ചെറുപ്പക്കാരനെ കാണാൻ ചെല്ലുക. ഓർക്കണം, ഈ ചെറുപ്പക്കാരൻ അവിടെ ഒരുപാട് തിന്മ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ മനുഷ്യനെ പല തിന്മയ്ക്കും അടിമയായിക്കൊണ്ട് അവിടെ ആ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായി. അവിടെ വൈദികർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ചില വൈദികർ പോകാൻ നേരത്ത് ഇവൻ എല്ലാവർക്കും കള്ളം മേടിച്ചു കൊടുത്ത് മറ്റുള്ളവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അങ്ങനെയൊരു ചെറുപ്പക്കാരൻ ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വീട് സ്ഥലമെല്ലാം പോയി വാടകപ്പുര താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടി. ഇതെല്ലാം ദൂർത്തടിച്ച്, ചെറിയ തരത്തിലുള്ളൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ദൂർത്തടിച്ചു. കണ്ട പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ പോയി കണ്ടമാനം പൈസയൊക്കെ ചെലവഴിച്ചു. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഇവരെ സഹായിക്കാതെയായി. അങ്ങനെ ഈ പെണ്ണ് ഒറ്റപ്പെട്ടു പോയൊരവസരത്തിലാണ് നമ്മുടെ ധ്യാനം അവിടെ നടക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഈ പെണ്ണും കൂടെ അച്ഛനോട് പറഞ്ഞത് കൊണ്ട് അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ചു. വെളുക്കുന്നവരെ സംസാരിച്ചു. ആ സംസാരിച്ചിട്ട് നമ്മൾ എന്തു പറഞ്ഞാലും അതിനൊക്കെ മറുപടി അവൻ്റെ കയ്യിലുണ്ട്. അവനിതൊന്നും അത്ര വലിയ പാപമല്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് പോന്നു. ഇവനെ കിട്ടിയില്ല, ഇവൻ പള്ളിയിലൊന്നും വന്നില്ല. പ്രിയ സഹോദരങ്ങളെ, പിറ്റേ വർഷവും അതേ നാളിൽ ഞങ്ങളെ തന്നെ അവിടെ ധ്യാനത്തിന് വിളിച്ചു. ആ ധ്യാനത്തിന് അവിടെ ചെന്ന് അച്ഛനുമായിട്ടൊക്കെ വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ചോദിച്ചു, അച്ഛാ ഇന്ന പോലെ ആ കുടുംബത്തിൻ്റെ കാര്യം എന്തായി? അത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അത് വലിയ പരിതാപകരമായി ബ്രദറെ. അന്ന് ബ്രദറിലെ പറഞ്ഞത്, നിനക്കൊരു കുഞ്ഞിനെ കൂടെ തരുന്നുവെന്ന് കർത്താവ് പറഞ്ഞു എന്ന്. എൻ്റെ ബ്രദർ പോയി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വിശേഷമാണെന്ന് അറിയുന്നത് ഇവർ താമസിക്കുന്ന കടമുറിയിൽ അന്ന് രാത്രിയിലെ 11 മണിക്കാണ് ഈ ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇവർ രണ്ടുപേരും കൂടെ ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇവൻ എഴുന്നേക്കാൻ താമസിച്ചു. അതനുസരിച്ച് കൊച്ചിനെയും നേഴ്സറിയിലേക്ക് വിട്ടതിന് ശേഷം ഇവർ ഭക്ഷണമൊക്കെ കുറിച്ച് രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഒരു പേപ്പർ കൊടുത്തു. ഈ പേപ്പർ ഇവിടെ ഒപ്പിട്ട് വാങ്ങിച്ചു. എടുത്തു നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ ഡൈവോഴ്സിന് വേണ്ടിയിട്ടുള്ള വക്കീൽ നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഓർക്കണം, കൂടെ വസിക്കുന്ന ഭർത്താവ് അവൾ പോലും അറിയാതെ അവൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, ഡൈവോഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഈ നോട്ടീസ് കൈപ്പറ്റി
ഈ പെണ്ണത് വായിച്ചു നോക്കി. ഇവൾ ബോധം കെട്ട് വീണു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പെണ്ണ. ഇവളവിടെ ബോധം കെട്ട് വീണു. ഇവൻ തന്നെ അവളെ വാരി എടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി തൊട്ടടുത്തൊരു ആശുപത്രി കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആണെന്ന് മാത്രമല്ല, ഇവൾക്ക് ഈ പിന്നീടുള്ള സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആശുപത്രിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ ധ്യാനത്തിന് വേണ്ടി അവിടെ ചെന്നിരിക്കുന്നു. ധ്യാനത്തിന് വേണ്ടി അവിടെ ചെന്ന ആ സമയത്ത് ഇവിടെ പ്രസവത്തിൻ്റെ 2 ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഈ പെണ്ണ് പറഞ്ഞിട്ട് എന്നോട് അങ്ങോട്ടും ചെല്ലുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഒരു ഓട്ടോറിക്ഷ പറഞ്ഞ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടാക്കി. ഞാനിവിടുന്ന് ആശുപത്രിയിൽ ചെന്നു. ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സിസ്റ്റർമാർ നടത്തുന്നൊരു ആശുപത്രിയാണ്. അവിടെയുള്ള ഒട്ടുമിക്ക സിസ്റ്റർമാർക്കും എന്നെ അറിയാം. അങ്ങനെ ഞാൻ സിസ്റ്റർമാർ എന്നെ കൊണ്ടുവന്ന് ഇവരുടെ മുറി കൊണ്ടുവന്നാക്കി. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഭർത്താവ് അടുത്തിരിപ്പുണ്ട്, ഇവരുടെ കുട്ടി അടുത്തിരിപ്പുണ്ട്. അങ്ങനെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 5 ദിവസമായിട്ട് ഇവിടെ കുഞ്ഞിന് അനക്കമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് തുടങ്ങിയപ്പോൾ മുതൽ ആശുപത്രിയിലെ പരിചരണത്തിലാണ് ഈ പെൺകുട്ടി. പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. മാത്രമല്ല തല താത്തി കാല് പൊക്കി വെച്ചിരിക്കുകയാണ്. കാരണം പ്ലാസൻ്റ ഇല്ല, കുട്ടിക്ക് തൂക്കക്കുറവുണ്ട്, കൊച്ചിൻ്റെ തല വലുതാണ്. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധിയായിരിക്കും എന്നാണ് ഡോക്ടർമാർ വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇവളാകെ മാനസികമായൊരവസ്ഥയില്ല. ഇവളെന്നോട് ചോദിച്ചു, ബ്രദറെ, ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണോ എനിക്ക് തന്നത്? ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണോ എനിക്ക് തന്നത്? ആ പെണ്ണ് ഇങ്ങനെ കരയുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കൊച്ച് കരയാതെ. ഞാൻ പറഞ്ഞു, അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴവൾ പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നോ. ഉടനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കേ. അല്ല, അവൾ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദുരന്തങ്ങൾ, ഇവൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഇവൾ അനുഭവിക്കുന്ന ശാരീരികമായ വ്യഥകൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് ഇവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് തൃപ്തിയായില്ലേ? നിനക്ക് തൃപ്തിയായില്ലേ? ഇതിനിടയ്ക്ക് ഇവനുമായിട്ട് ഈ പെണ്ണിനും ഇവനെയും കൂടി ഇരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ കാണുന്നത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളിങ്ങനെ കൈകുത്തി എഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, ആരാണ് ഈ പെണ്ണ്? അവൻ പറഞ്ഞ അറിയില്ല. വീണ്ടും കവിളത്ത് മറുകുള്ള ചുരുണ്ട മുടിയുള്ള ആ പെൺകുട്ടിയുടെ ലക്ഷണങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത് കാണിക്കുന്നത് കുറ്റിമുടിയുള്ള നല്ല കട്ടയായിട്ടുള്ള ശരീരം, അങ്ങനെയുള്ള ചെറുപ്പക്കാരനെ കാണിക്കുക. ഇയാളുടെ പേര് ഉൾപ്പെടെ തന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ചെറുപ്പക്കാരനും ഈ പെണ്ണുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ പെണ്ണിന് ഇവിടെ വികലാംഗ കോട്ടായിൽ സർക്കാരിൻ്റെ ഒരു ജോലി വന്നു. ജോലി സാങ്ഷനായപ്പോൾ ഇവനും ആ അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് ഇവൻ്റെ അനുജൻ്റെ രൂപമാണ് ഈ കാണിച്ചത്. അനുജൻ്റെ ഇടത്തെ കൈയിലെ മോതിര വിരലിൻ്റെ ഒരല്പം നഖത്തോട് ചേർന്ന് കട്ടായിപ്പോയി ചക്കവട്ടിയപ്പോൾ. അതുകൊണ്ടുപോയി വില്ലേജ് ഓഫീസറുടെ അടുത്ത് നിന്ന് വികലാംഗനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ പെൺകുട്ടിക്ക് കിട്ടേണ്ടുന്ന തൊഴിൽ ഇവൻ അനിയന് സ്വന്തമാക്കി കൊടുത്തു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നിന്റെ പഴയ പാപം ഒരു വേട്ടപ്പട്ടിയെ പോലെ നിന്നെ പിന്തുടർന്നുള്ള തിരുവചനം ഓർക്കുമ്പോൾ ഇന്ന് എന്ത് പറ്റി? ജീവിതത്തിൽ ഡോക്ടർമാർ പറയുകയാണ്, ഈ മന്ദബുദ്ധിയായ വായിൽ നിന്ന് ഈളാപ്പും വെള്ളവും ഒലിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഇവർക്ക് ജനിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, നീ സഹിക്കണമെന്ന്. നീ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക്. അവൻ ചോദിച്ചു, ഞാൻ എന്ത് അപരാധം ചോദിച്ചു? ഞാൻ പറഞ്ഞു, അന്ന് 18 വർഷമായിട്ട് നിനക്ക് കുമ്പസാരിക്കാൻ സാധിച്ചില്ല, ഇന്ന് വർഷം 19ആയി. നിന്റെ കൂടെ കഴിഞ്ഞുകൂടിയ നിന്റെ ജീവിത പങ്കാളിയെ, ദൈവം ദാനമായി തന്ന സമ്മാനമായി തന്ന ജീവിത പങ്കാളിയെ, അവിടെ കൂടെ കിടക്കുന്ന നിമിഷത്തിൽ പോലും നീ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ഡൈവോഴ്സിന് വേണ്ടി ശ്രമിച്ച നീചനായ ഒരു മനുഷ്യനാണ് നീ. 2 മക്കബാർ 7:34 പറയുന്നു, പാപിയായ നീച്ച, അങ്ങേറ്റ നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തിയിട്ട് വ്യർത്ഥമായ മോഹങ്ങൾ വെച്ച് ഞെളിയാമെന്ന് നീ കരുതിയോ? നിന്റെ മേൽ ശിക്ഷയുണ്ടാവും. നീ ചെയ്ത അപരാധങ്ങൾ, നീ ചെയ്തു കൂട്ടിയ പാപ വഴികള് ഇതാ നിന്റെ മുൻപിൽ വന്നിരിക്കുകയാണ്. നീ ഇത് അനുഭവിക്കണം. നീ ഇത് അനുഭവിച്ചേ പറ്റൂ. നിന്റെ ആൾക്കാരുടെ മുൻപിൽ ഈ മന്ദബുദ്ധിയായ കുഞ്ഞിനെ കൊണ്ട് നീ നടക്കണം. നീ നാട് നീളെ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടി അറയ്ക്കുന്ന വെറുക്കുന്ന ഒരുപാട് പാപാവസ്ഥകളിലൂടെ കടന്നുപോയി വൈദികരെ കുറിച്ച് കുറ്റപ്പെടുത്തി, വൈദികരെ കുറിച്ച് പോസ്റ്റ് അടിച്ച്, വൈദികർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ എന്തെല്ലാം തിന്മകൾക്ക് പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് അന്നോ എല്ലാം അനുഭവിച്ച് ചോദിച്ച് മേടിച്ചിരിക്കുക. അനുഭവിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നോടൊന്ന് വാവിട്ട് പറഞ്ഞു വന്നേടെ കുമ്പസാരിക്കാൻ, നിനക്ക് സമയമില്ല. അപ്പോഴിവൻ ചോദിക്കുകയാണ്, അപ്പം ഞാൻ കുമ്പസാരിക്കാത്തത് കൊണ്ടാണോ എനിക്ക് ഈ ദുരന്തമുണ്ടായത്? ഞാൻ പറഞ്ഞു, എന്താ സംശയം? ദൈവാനുഗ്രഹം കടന്നു വരുന്ന സ്ഥലത്ത് കോട്ട കെട്ടി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. പാപത്തിന്റെ കോട്ട കെട്ടി.
യാക്കോബിന്റെ ലേഖനം 1:15 പറയുന്നു, അത് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചെത്തുമ്പോൾ മരണത്തെ പ്രാപിക്കുന്നു. റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനാണ്. ആ നിത്യജീവൻ സ്വന്തമാക്കേണ്ടതിന് പകരം ആ നിത്യജീവൻ നൽകുന്ന ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് പലതിന്റെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യ, മിക്കാ പ്രവാചകൻ 6:8 പറയുന്നു, ഹേ മനുഷ്യ, നല്ലതെന്തെന്ന് നിനക്ക് ഞാൻ കാട്ടി തന്നിട്ടുണ്ട്, നന്മ പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന് മുമ്പിൽ വിനീതനായി ചലിക്കുക. അവന്റെ മുൻപിൽ എളിമപ്പെടേണ്ടതിന് പകരം അവന്റെ മുമ്പിൽ എളിമപ്പെടാതെ നീ നിന്റെ ഇഷ്ടങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളു കലങ്ങി. അവൻ വേദനയോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ കുമ്പസാരിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലേ? ഞാൻ പറഞ്ഞു, എന്താ സംശയം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നോക്കുമ്പോൾ ആ വാതിൽ കൂടെ ഒരു പുരോഹിതൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഓടി വന്ന് വാതിൽ തുറന്ന് ആ വാതിൽ ചാരിയിരിക്കുന്ന വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞിട്ടൊരു കാപ്പിപ്പൊടി ഉടുപ്പിട്ട ഒരു പുരോഹിതൻ, ഒരു കയ്യിൽ വടിയും കുത്തിപ്പിടിച്ച് ഒരു കയ്യിൽ ജപമാലയുമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഈ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തിയുടെ കൈ കുപ്പി പിടിച്ചുകൊണ്ട് അച്ഛനെ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ ഈ കണ്ണടക്കിടയിലൂടെ എന്നോട് നോക്കിയിട്ട് ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അലക്സ് എന്നാ, ഞാനിവിടെ ധ്യാനിപ്പിക്കാൻ വന്നാ. ഓ, ധ്യാന ഗുരുവാ? ഞാൻ പറഞ്ഞല്ല, വചനം പറയും, അത്ര തന്നെ. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു 19 വർഷമായിട്ട് കുമ്പസാരിക്കാത്തൊരു മനുഷ്യനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അച്ഛനൊന്ന് കുമ്പസാരിപ്പിക്കുമോ? അതിനെന്താ, ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ടോ ചോന്ന് പറഞ്ഞു. ഓടി ഞാൻ നേരെ റിസപ്ഷൻ ചെന്ന് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റേ, നമ്മുടെ അവൻ കുമ്പസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനിപ്പോൾ ഇവിടെ ഒരു അച്ഛൻ നിൽപ്പുണ്ട്. ഏതച്ഛൻ? ഞാൻ പറയാം, എനിക്കറിയില്ല, ഏതോ രോഗിയെ കാണാമെന്ന് അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ ഉടനെ എൻ്റെ കൂടുതൽ ഓടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി വന്നപ്പോൾ ഞാൻ ആ കുമ്പിട്ട് വണങ്ങിയ അതേ സ്ഥലത്ത് ആ പുരോഹിതൻ നിൽക്കുക. പുരോഹിതൻ പെട്ടെന്ന് സിസ്റ്ററോട് ചോദിച്ചു, ഈ ഇദ്ദേഹം പറയുന്നു ആരോ കുമ്പസാരിക്കാനുണ്ടെന്ന്, ഇവിടെ അതിനുള്ള സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഞാനും കൂടെ ചെന്ന് ഈ ചെറുപ്പക്കാരനെയും കൂട്ടി നേരെ വന്ന് ഈ പള്ളിയുടെ ഈ ചാപ്പലിൻ്റെ അരികിൽ കൊണ്ടുവന്നു. ചാപ്പലിലെ കുമ്പസാരക്കൂട്ടിലേക്ക് അച്ഛൻ കയറി. ആ കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ കയറി. അവിടെ ഇവൻ വന്ന് മുട്ടുകുത്തി അങ്ങനെ കുമ്പസാരിക്കുകയാണ്. ഞാനും ഈ സിസ്റ്ററും കൂടെ ആ ചാപ്പൽ, ചെറിയ ചാപ്പല, അതിൻ്റെ വെളിയിൽ ഇങ്ങനെ കരം കോർത്ത് പിടിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവമേ, ഇവൻ്റെ ഉള്ളു തുറന്ന് ഇവൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറയുവാൻ നീ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ പറച്ചിൽ, ഇവൻ്റെ കരച്ചിൽ കേൾക്കാം, അച്ഛൻ ഇവരെ ശാസിക്കുന്നത് കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1.5 മണിക്കൂറെടുത്ത് ഒരു കുമ്പസാരത്തിന് ഒരുക്കാതെ തന്നെ ആ ചെറുപ്പക്കാരൻ നല്ലൊരു കുമ്പസാരം നടത്തി തിരിച്ച് ആ ചെറുപ്പക്കാരനുമായിട്ട് അവൻ്റെ മുറിയിലേക്ക് വന്നു. അച്ഛനെ പറഞ്ഞു വിട്ട് സിസ്റ്റർ യാത്രയാക്കിയിട്ട് സിസ്റ്ററും ഓടി വന്നു. അവിടെ ചെന്ന് സംസാരിച്ചു. സംസാരിച്ച സിസ്റ്ററും ഞാനും കൂടെ ആ പെണ്ണിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്ററിനെ കൊണ്ട് ആ പെണ്ണിൻ്റെ വയറ്റത്ത് കൈവെക്കാൻ പറഞ്ഞു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, 5 ദിവസമായിട്ട് കുഞ്ഞിന് ചലനമില്ല. അതുകൊണ്ട് എക്കോ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഏർപ്പാട് ചെയ്തിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്നിട്ട് ഈ സിസ്റ്ററോട് പറഞ്ഞ ആ പെണ്ണിൻ്റെ വയറ്റത്ത് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ശിരസിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ തലയിൽ നെറ്റിത്തടത്തിൽ കുറിച്ചടയാളം വരച്ച് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവള് പറയുകയാണ്, കുഞ്ഞ് കൈയും കാലും അനക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1:200 കുഞ്ഞിൻ്റെ തൂക്കം പറഞ്ഞിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 1:200. പിറ്റേ ദിവസം ആ ഇടവക ജനം മുഴുവൻ ആശുപത്രിയിൽ പോയി ഇവളെ കണ്ടു. അന്ന് വൈകിട്ടത്തെ ആരാധനയുടെ നേരത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ പള്ളിയിൽ വന്നു. അവൻ അവിടെ വന്നത് കൂടാതെ ധ്യാനത്തിൻ്റെ അവസാന സമയമാണ്. ഇവനെ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് പോരാതെ വികാരി അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കാനായിട്ട് അവനെ പരിശുദ്ധാത്മാവ് മനസ്സ് തുറന്നു. അവൻ ചെന്ന് കുമ്പസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പിറ്റേ ദിവസം ഈ പെണ്ണ് ഒരു മിടുമിടുക്കൻ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിൻ്റെ തല സാധാരണ പോലെ തല വലുതായിരുന്നു സ്കാനിങ്ങിൽ. എന്നാൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് 3,200 തൂക്കമുള്ള ഒരു തക്കുടമുണ്ടൻ കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കാൻ കഴിഞ്ഞു. ആ കുഞ്ഞ് ഇന്ന് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓർക്കണം, അപ്പൻ കുമ്പസാരിച്ചപ്പോൾ അമ്മയുടെ ഭാര്യയുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിന് പുതു ചൈതന്യം പകർന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഓരോ കുമ്പസാരവും അനുഗ്രഹത്തിൻ്റെ കവാടമാണ് മക്കളെ.
ഓരോ കുമ്പസാരത്തിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ എത്തിപ്പിടിക്കുവാൻ ഇടയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുമ്പസാരത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മയുടെ മഹനീയമായ സാന്നിധ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു കുമ്പസാരം നടത്തുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എന്നെ കേൾക്കുന്ന ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ, ഇവരുടെ തകർച്ചകളിൽ ഇവർക്ക് വഴികാട്ടിയെ കൂടെ ഉണ്ടാകണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.